ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒട്ടും തന്നെ വയ്യാത്തൊരു ദിവസമാണ്. നല്ല തലവേദന ഉണ്ടായിരുന്നു തലേ ദിവസം. രാവിലെ എണീറ്റിട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ഒട്ടും തന്നെ ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ പാടെ ചായ പിന്നെ കുക്കറിൽ കടല വേവിച്ചു. രാവിലെ പുട്ടും കടലക്കറിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പുട്ടിന് ഇങ്ങനെയാണ് കേട്ടോ മാവ് നനച്ച് വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കും. അപ്പം നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ പുട്ടിൻ്റെ മാവ് നല്ല സെറ്റായിട്ട് നനഞ്ഞിരിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് ചേട്ടൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ. കുഞ്ഞമ്മയാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കണ്ടിട്ടാണ് ഞാനും ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ജീവിതത്തിൽ ഓരോന്നും പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ, ഓരോരുത്തർ ചെയ്യുന്നതും കണ്ടുമൊക്കെയാണ്. കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മ എന്നെ അടുക്കളയിൽ പോലും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഓരോന്നും തിരഞ്ഞു പിടിച്ച് ചെയ്യാനുള്ള ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത്രത്തോളം പഠിച്ചത്. ഉള്ളി വശക്കിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ തേങ്ങ തിരുകാനുള്ള മടി കാരണം ഞാൻ തേങ്ങ പൂളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പൂളി മിക്സിയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടിച്ചാണ് എടുക്കുന്നത്. ഞാൻ കുറേ കാലം കൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ തേങ്ങ ചെയ്തെടുക്കുന്നത്. എനിക്ക് ശരിക്കും തേങ്ങ ചിരകാനുള്ള മടി കാരണമാണ് കേട്ടോ. എന്നെപ്പോലെ മടിച്ചായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കൂട്ടത്തിൽ തന്നെ ഞാൻ ചായ ഇട്ട പാത്രങ്ങളും ഒക്കെ തന്നെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി ആയപ്പോഴത്തേക്കും പുട്ടിൻ്റെ മാവ് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുട്ട് ആവിയേറ്റാൻ വെച്ചിട്ട് ഞാൻ കടലക്കറി നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കുകയും മറ്റത് മാറ്റി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ കണക്കിനാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻ ഫീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കട്ടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീനും അറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചേട്ടൻ പോകാൻ ഇറങ്ങി. ചേട്ടൻ അങ്ങനെ പുട്ട് കൊടുത്തു. അതിനുശേഷം മീൻ നന്നായിട്ട് വൃത്തിയാക്കി ഇതുപോലെ വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഇട്ട് വെക്കും. ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിൻ്റെ റീസൺ അത് ഇത്തിരിയും കൂടെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം TV ഒക്കെ ഇട്ട് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മക്കൾ രണ്ടുപേരും ഉറക്കം എണീറ്റിട്ടില്ല. ലീവ് ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കാപ്പി എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ മീൻ നന്നായിട്ട് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിച്ചത് TV കണ്ടുകൊണ്ടാണ് കേട്ടോ. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടുകൊണ്ടാണ്. എത്ര കണ്ടാലും മതി വരാത്തൊരു സിനിമയാണ് കേട്ടോ. അപ്പോൾ മാമനും മാമിയും മക്കളും കൂടെ കൊല്ലത്ത് മണികെട്ടുന്ന അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളെയും കൂടെ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കൂടെ അവർ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളെയും ഒരുക്കിയൊക്കെ വിട്ടു. അങ്ങനെ മോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങി പോണ കണ്ടപ്പോൾ മാമൻ്റെ അവക്കും ഒരുങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ അവക്കും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവളെ ഒരുക്കി വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വൈകിട്ട് തൊഴാൻ കണക്കിന് 1-1:30 ആയപ്പം ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. തലവേദനയ്ക്ക് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് കുളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുളിച്ചു. അപ്പോൾ ഞാനും മോനും കൂടെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. അവന് M4 ടക്കിലെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ ചേട്ടൻ്റെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഫാനാണ് ചേട്ടൻ്റെ. അപ്പോൾ നല്ല തലവേദന ആയതുകൊണ്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എണീറ്റത് 6-6:30 ആയപ്പോഴാണ്. അപ്പോൾ അപ്പുറത്ത് അമ്മയുടെ അവിടെ നിന്ന് മോൻ തേയിലൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അനിയനും വൈഫും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേസരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അനിയൻ്റെ വൈഫിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേസരി ഉണ്ടാക്കിട്ടോ. ഇതിൽ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും രാവിലത്തെ കടലക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് അവർക്ക് കഴിക്കാനും കൊടുത്തു. കേസരി അവർക്ക് കൊടുത്തു വിടുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ, സീ യു.